കേസ് എല്ലാവർക്കും അറിയാലോ, ഈസ്റ്റ് ബംഗാൾ ഈ സീസണിൽ ഏറ്റവും അധികം സ്പെൻഡ് ചെയ്തിട്ടുള്ള ടീമുകളിലൊന്നാണ്. മോഹൻ ബഗാനെ ഒപ്പമോ അല്ലെങ്കിൽ അതിന് മുകളിലോ എന്നൊക്കെ വേണമെങ്കിൽ വരെ പറയാവുന്ന തരത്തിലുള്ള സ്പെൻഡിങ് ഇത്തവണ ഈസ്റ്റ് ബംഗാളിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ അൻവർ അലി ഒരു പാക്കേജിലാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിൻ്റെ സാലറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ലെവലിൽ നോക്കുമ്പോൾ വളരെ ഉയർന്നതാണ് എന്നുള്ളതാണ്. അതുപോലെ ജിക്സൺ സിംഗിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ റെക്കോർഡ് ട്രാൻസ്ഫർ ഫീ കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ സ്വന്തമാക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അൻവർ അലിക്കൊപ്പം ലാസ്റ്റ് സീസണിൽ ഡിഫൻസിൽ മോഹൻ ബഗാനോടൊപ്പം കളിച്ചിരുന്ന മറ്റൊരു താരമായിരുന്നു ഹെക്ടർ യൂസ്റ്റേ. അവർ ഷീൽഡ് വിന്നിങ് ഒരു കോംബോ ആയിരുന്നു. അവരെ ഒന്നിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ ISL ലാസ്റ്റ് സീസണിൽ നല്ല പെർഫോമൻസ് നടത്തിയുള്ള പ്ലേയേഴ്സ്, അതിൽ എസ്പെഷ്യലി മോസ്റ്റ് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മാദി തലാൽ, അതുപോലെ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിട്ടുള്ള ദിമിത്രിയോസ് ഡയമൻഡക്കോസ്, അതുപോലെ ഐ ലീഗിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഡേവിഡ് ഹമ്മാർ, അങ്ങനെ ഒരുപാട് മികച്ച സൈനിങ്സ് ഒക്കെ അവരുടെ ഭാഗത്ത് നിന്ന് നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ബട്ട് സ്റ്റിൽ അവർക്ക് ഇപ്പോഴും ഒരു പോയിന്റ് പോലും നേടാൻ സാധിച്ചിട്ടില്ല 3 മത്സരങ്ങൾ കഴിയുമ്പോൾ എന്നുള്ളതാണ്. 3 മത്സരങ്ങളും പരാജയപ്പെട്ടു. ആദ്യം BSCക്കെതിരെ 1-0 പരാജയപ്പെട്ടു. അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ 2-1 പരാജയപ്പെട്ടു. ഗോവയ്ക്കെതിരെ 3-2 പരാജയപ്പെട്ടു. അപ്പോൾ എല്ലാ മത്സരങ്ങളും ഒരു ഗോൾ ഡിഫറൻസിലൊക്കെയാണ് പരാജയപ്പെട്ടിട്ടുള്ളതെന്ന് പറയുന്നെങ്കിൽ കൂടി ഇത്രയും വലിയൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടും ഇങ്ങനെ ഒരു തുടക്കം ആരാധകരിൽ ഭയങ്കര നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു മോശം സ്റ്റാർട്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുമെന്നുള്ളതാണ്. എസ്പെഷ്യലി സെയിം കോച്ച് തന്നെയാണ്, കോൾസ് ക്വാഡ്രാറ്റ് തന്നെയാണ് ലാസ്റ്റ് സീസണിൽ നിന്ന് ഈ സീസണിലേക്ക് വരുമ്പോൾ അവരോടൊപ്പം ഉള്ളത്. അവർക്ക് അത്യാവശ്യം നല്ല പ്രീ സീസൺ ടൈമൊക്കെ കിട്ടിയിരുന്നു. കോമ്പറ്റീറ്റീവ് മാച്ചസ്, ഡ്യൂറൻ കപ്പ്, AFC ചാമ്പ്യൻസ് ലീഗിൻ്റെ മറ്റേ പ്ലേ ഓഫ്, അങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ അവർക്ക് കളിക്കാൻ സാധിച്ചിരുന്നു. സ്റ്റിൽ അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പം കോൾസ് ക്വാഡ്രാറ്റ് എന്ന് പറയുന്ന ഒരു പരിശീലകനിലേക്ക് വരുമ്പോൾ നമ്മൾ ഈസ്റ്റ് ബംഗാളിൻ്റെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു അവർക്ക് നല്ലൊരു സ്ക്വാഡൊക്കെ ഉണ്ട്, പക്ഷേ ഇവരുടെ കോച്ചിങ് പ്രശ്നങ്ങൾ കാരണം അവർക്ക് ചിലപ്പോൾ പ്രശ്നങ്ങൾ നേരിടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. അതാണ് ഇപ്പോൾ ഒരു തുടക്കത്തിൽ അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയാം, ഒരു കാരണം എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുന്നു. സോ കോൾസ് ക്വാഡ്രാറ്റ് നമുക്കറിയാം ISL വിൻ ചെയ്തിട്ടുള്ളൊരു പരിശീലകനാണ്. പക്ഷേ ഇപ്പോൾ BSCക്കൊപ്പമാണ് അദ്ദേഹം വിൻ ചെയ്തത്. ഒരു സീസണിന് ശേഷം അദ്ദേഹത്തെ സാക്ക് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഫുട്ബോൾ എക്സ്പേർട്ടിൻ്റെ ഇടയിൽ പോലും അദ്ദേഹം ഒരു ഗ്രേറ്റ് കോച്ചാണ് എന്നുള്ള പറയുന്നൊരു അഭിപ്രായമൊന്നുമില്ല, ഗ്രേറ്റ് ടാക്ടീഷ്യൻ ആണെന്ന് പറയുന്നൊരു അഭിപ്രായങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന് ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ വർക്കൗട്ട് ചെയ്ത് റിസൾട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരുന്നു. അദ്ദേഹത്തിന് ഫിസിക്കൽ ഗെയിമിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു കോച്ചാണ്. അതുപോലെ തന്നെ സെറ്റ് പീസ് സിറ്റുവേഷൻസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ അദ്ദേഹം വർക്കൗട്ട് ചെയ്തിരുന്നു BFCയിൽ. അത് ആദ്യത്തെ സീസണിൽ കുറേ വർക്കായി. അടുത്ത സീസൺ വരുമ്പോഴത്തേക്കും അതൊട്ടും തന്നെ വർക്കായില്ല എന്ന് പറയാം. ഈസ്റ്റ് ബംഗാളിലേക്ക് വരുമ്പോഴത്തേക്കും ലാസ്റ്റ് സീസൺ കോൾസ് ക്വാഡ്രാറ്റിൻ്റെ അണ്ടറിൽ സൂപ്പർ കപ്പ് വിൻ ചെയ്തെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ISLൽ ഒരു മോശം പ്രകടനം തന്നെയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. ഇനി അടുത്തൊരു കാര്യമാണ്, ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ വലിയ തരത്തിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയെന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ ഈ ഒരു കാര്യം മനസ്സിലാക്കണം, ഇമാമിയാണ് അവരുടെ ഒരു മെയിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന നിലയിലുള്ളത്. പക്ഷേ ഇവരുടെ കാര്യത്തിലൊക്കെ പല തീരുമാനങ്ങളും എടുക്കുന്നത് ഈസ്റ്റ് ബംഗാളിൻ്റെ ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്. അതിപ്പോൾ പണ്ട് തൊട്ടേ ഉള്ള നമുക്കറിയാമല്ലോ അവിടുത്തെ ക്ലബ്ബുകളൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. അങ്ങനെയുള്ള ആളുകളൊക്കെ പ്രധാനപ്പെട്ട ഡിസിഷൻസ് എടുക്കും. അപ്പോൾ അവരുടെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻ ബഗാനുമായിട്ട് കോമ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട പൊസിഷൻസിലാണോ, കോച്ചിന് ആവശ്യമായിട്ടുള്ള പ്ലേയേഴ്സിനാണോ എന്നുള്ളതൊന്നും അല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നല്ല ISLലെ ബെസ്റ്റ് സ്ട്രൈക്കറെ, ബെസ്റ്റ് മിഡ്ഫീൽഡറെ, അല്ലെങ്കിൽ ബെസ്റ്റ് ഡിഫൻസീവ് കോംബോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ അവർ കോച്ചിൻ്റെ ഒരു ഇതിന് അപ്പുറത്തേക്ക് ആ ലെവലിലുള്ള സൈനിങ്സ് ഒക്കെ അവർ നടത്തുന്നത്. ഇനി ഒരു കാര്യം പറയാം, ഇപ്പം ഈസ്റ്റ് ബംഗാൾ അൻവർ അലിയെ സൈൻ ചെയ്തില്ല, ഒരു വലിയൊരു എമൗണ്ടൊക്കെ സ്പെൻഡ് ചെയ്തുകൊണ്ട്. ഓൾറെഡി ഈസ്റ്റ് ബംഗാളിൻ്റെ ഡിഫൻസിൽ ചുന്നുങ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ നാഷണൽ ടീമിലൊക്കെ ഇടയ്ക്ക് കളിക്കുന്ന AFC ഏഷ്യൻ കപ്പിൻ്റെയൊക്കെ ഭാഗമായിരുന്ന പ്ലെയറാണ്. അദ്ദേഹം കളിച്ചു വരികയാണ്. ആ സാഹചര്യത്തിലാണ് ഇത്രയും വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു അൻവർ അലിയുടെ ഒരു സൈനിങ് നടക്കുന്നത് എന്നുള്ള ആലോചിക്കണം. അതുപോലെ തന്നെ അവർ ജിക്സൺ സിംഗിനെ സൈൻ ചെയ്യുന്നു. ഏതാണ്ട് 3.3 കോടിയാണ് ട്രാൻസ്ഫർ ഫീ ആയിട്ട് കൊടുത്തത്. അതായത് റെക്കോർഡ് ഫീ ആണ് ഇന്ത്യൻ ഫുട്ബോളിൽ. ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു വർഷം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കാൻ ഉണ്ടായത് KBFC ആയിട്ട്. ആ സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹ്യൂജ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് KBFCയെ സംബന്ധിച്ചിടത്തോളം ഒരു ലാഭക്കച്ചവടമായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവരുടെ ഈ ഡിസിഷൻസ് ഒക്കെ വന്നിട്ടുള്ളത് ഒരു കൃത്യമായിട്ടുള്ളൊരു സ്പോർട്ടിംഗ് അഡ്വൈസ് ഒക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത്. കാരണം ഒരു ടീമിനൊരു ബാലൻസ് ഇല്ലായ്മ ഒരു പ്രശ്നമാണ്. കോച്ചിൻ്റെ ആവശ്യമായിട്ടുള്ള പ്ലേയേഴ്സാണോ ടീമിലുള്ളത് എന്നുള്ളൊരു പ്രശ്നമാണ്. ഒരു സ്പോർട്ടിംഗ് അഡ്വൈസ് കൊടുക്കാൻ പറ്റിയ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ക്വാഡ് ഉണ്ടാകുക എന്നുള്ളതാണ്. ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു 11 ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. കാരണം ആ 11ൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ടീം മൊത്തത്തിൽ തകരും. ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സ്ക്വാഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും ഒരു
കപ്പിന് അല്ലെങ്കിൽ ഒരു ട്രോഫിക്ക് ഫൈറ്റ് ചെയ്യുന്ന ടീമെന്ന് ആ ഒരു ടീമിനെ നോക്കി നമുക്ക് പറയാൻ സാധിക്കും. സോ അതുപോലെ തന്നെ ഇപ്പം ഒരുപാട് ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്ന ഒരു വിഷയം, ഇപ്പം ഈസ്റ്റ് ബംഗാളിലെ ആരാധകർ വരെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇവാൻ വുക്കോമനോവിച്ചിനെ കൊണ്ടുവന്നാൽ ഈസ്റ്റ് ബംഗാളിന് നന്നായിരിക്കുമെന്നുള്ള. അതിൻ്റെ ഒരു റീസണായിട്ട് പറയുന്നത് ഇപ്പം ഇവാനുമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള കുറച്ചധികം പ്ലേയേഴ്സ് ഈസ്റ്റ് ബംഗാളിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഗില്ലിൻ്റെ കാര്യം നമുക്ക് പറയാം, നിഷു കുമാറിൻ്റെ കാര്യം പറയാം, ജിക്സൻ്റെ കാര്യം പറയാം, ദിമിയുടെ കാര്യം പറയാം, ഈവൻ മഹേഷ്, അങ്ങനെയുള്ള പ്ലേയേഴ്സ് പോലും ഇവാൻ്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള പ്ലേയേഴ്സാണ്. അവരിപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ചിലപ്പോൾ ഇവാൻ വന്നു കഴിഞ്ഞാൽ ചേഞ്ച് ഉണ്ടാക്കുമെന്നുള്ളതാണ്. കാരണം ഇത്രയും വലിയൊരു സ്പെൻഡിങ് നടത്തിയിട്ടും കോൾസിനൊന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഈസ്റ്റ് ബംഗാളിൻ്റെ മാനേജ്മെൻറ്റും ഒക്കെ ആയിട്ട് ഒത്ത് വർക്ക് ചെയ്യുക എന്ന് പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടേറിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് നടക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ സോ ഇപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഒരു കോച്ചിന് ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പറഞ്ഞ പോലെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സ്കോഡും കൂടെ വേണം. സോ എന്താണെങ്കിലും ഇപ്പം KBFCയേക്കാൾ ഇവിടെ ഈസ്റ്റ് ബംഗാളിലേക്ക് വരുമ്പോഴുള്ള അഡ്വാൻറ്റേജ് ഇപ്പം അവർ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മാനേജ്മെൻറ്റ് സൈഡൊക്കെയാണ്. പക്ഷേ ഈ തരത്തിലുള്ള പ്രശ്നങ്ങളും ഈസ്റ്റ് ബംഗാളിലുണ്ട് എന്നുള്ളതാണ്. സോ ബാലൻസ്ഡ് അല്ലാത്തൊരു സ്കോഡാണെങ്കിൽ ആർക്കാണെങ്കിലും പണി കിട്ടും എന്നുള്ളൊരു ഫാക്ടറാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവാൻ വുക്കോമനോവിച്ച് ഇനി ഇന്ത്യയിലേക്ക് വരുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഇവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, KBFCയുടെ കോച്ചായിരുന്നപ്പം അദ്ദേഹം ഇനി ഇന്ത്യയിൽ മറ്റൊരു ടീമിനെ പരിശീലിപ്പിക്കില്ല എന്നുള്ളതൊക്കെ. അത് അദ്ദേഹം ആ പറഞ്ഞ വാക്ക് പ്രാവർത്തികമാക്കുമോ എന്നുള്ളത് നോക്കണം. അതല്ല ഇപ്പം ഈസ്റ്റ് ബംഗാളൊക്കെ ആണെങ്കിൽ നല്ല ഓഫറൊക്കെ കൊടുക്കാനുള്ള സാധ്യത ഉണ്ടാവും. ഞാൻ പറയാണ് ഒരു സാധ്യത, അങ്ങനെ ഒരു ഓഫറൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹം വരുമോ എന്നുള്ളത് നോക്കണം. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ആ ഒരു വിഷയത്തിൽ? സോ ഫോർ മീ എനിക്ക് തോന്നുന്നു അദ്ദേഹം വരില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഇനി മറിച്ച് സംഭവിക്കാനുള്ള സാധ്യതകളുമുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇതൊക്കെയാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ ഒരു കാര്യത്തിൽ സോഫാർ എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവച്ചു. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഫാക്ടേഴ്സ് ഈസ്റ്റ് ബംഗാളുമായി ബന്ധപ്പെട്ടതൊക്കെ തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സനി